ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, ഷലോം പ്രിയരെ. നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ഡോറുകൾ തുറക്കപ്പെടാറുണ്ട്. എന്നാൽ നമ്മുടെ ഉറക്കത്തിനകത്ത് പോലും ദൈവത്തിന് വൻ കാര്യങ്ങളെ ചെയ്യുവാൻ കഴിയും. ഒരിക്കൽ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ ഹെരോദ രാജാവ് വാളാൽ കൊന്നു. തുടർന്ന് കൂടെ ഉണ്ടായിരുന്ന പത്രോസിനെയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. സഭയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആഘാതമായിരുന്നു. എന്നാൽ പത്രോസിന് രക്ഷപ്പെടാൻ അവിടെ ഒരു മാർഗവുമില്ലായിരുന്നു. മുന്നിൽ രാജകൽപ്പന, ഇരുവശത്തും കാവൽ കാക്കുന്ന പടയാളികൾ, പിന്നിൽ ഇരുമ്പ് വാതിൽ. മാനുഷികമായി ഒരു സാധ്യതയും തനിക്ക് രക്ഷപ്പെടാൻ അവിടെയില്ല. ഒരു സാധ്യതയും തന്നെ മുന്നിലില്ല. തനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുവാൻ ആരുമില്ല. മാനുഷികമായി തനിക്ക് വേണ്ടി സംസാരിക്കാനോ മറ്റൊരു മനുഷ്യനുമായിട്ടും മറ്റൊരു കമ്മ്യൂണിക്കേഷനോ ഇല്ലാതെ ഇരിക്കുമ്പോൾ തൻ്റെ ഉറക്കത്തിൽ തന്നെ സഹായിച്ച ഒരു ദൈവമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവർ ഒന്നാമത്തെ കാവലും രണ്ടാമത്തെ കാവലും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിക്കൽ എത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. അതേ പ്രിയരെ, പത്രോസുമായിട്ട് മറ്റൊരാൾക്കും നേരിട്ട് സംസാരിക്കാനോ ഹെൽപ്പ് ചെയ്യാനോ കഴിയാതെ ഇരിക്കുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പത്രോസിന്റെ ഉറക്കത്തിൽ തന്നെ സഹായിച്ച ഒരു ദൈവമുണ്ട്. അതേ ദൈവം ഇന്നും ജീവിക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളെ സഹായിക്കാൻ മറ്റൊരാൾക്കും കഴിയില്ലായിരിക്കാം. ഒരുപക്ഷെ എന്നെ ആര് സഹായിക്കും എന്നോർത്ത് കിടന്നുറങ്ങുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ അർദ്ധരാത്രിയിൽ നേരം പുലരുമ്പോൾ നിങ്ങളെ സഹായിക്കുന്ന ഒരു ദൂതന്റെ പ്രസൻസിനെ നിങ്ങൾക്ക് അറിയുവാൻ കഴിയും. പത്രോസിനെ രക്ഷിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾ കേട്ട വാർത്തകളും ലോക നിയമങ്ങളും ഒക്കെയും നിങ്ങൾക്ക് പ്രതികൂലമായെന്ന് വരാം. നിങ്ങളുടെ സാഹചര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അനുകൂലമല്ലായിരിക്കാം. എന്നാൽ നിങ്ങൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ഒരു ഉറക്കത്തിനകത്ത് പോലും ദൈവത്തിന് അത്ഭുതത്തെ പ്രവർത്തിക്കുവാൻ കഴിയും. വിശുദ്ധ ബൈബിളിൽ ഇതുപോലെ യേശു പടകിൽ ഉറങ്ങുകയായിരുന്നു. തിരമാലകൾ ആഞ്ഞടിച്ച് കടൽ ഇളകി മറിയുമ്പോൾ യേശുവിനെ ഉണർത്തുക മാത്രമായിരുന്നു ആ പ്രതിസന്ധിയെ അതിജീവിക്കാൻ. ചില പ്രതിസന്ധികളുടെ അവസാനം നിങ്ങളുടെ ഉറക്കം പോലെയാണ്. നിങ്ങൾ ഉണരുമ്പോൾ ആ പ്രതിസന്ധിയും അവസാനിക്കും. നിങ്ങൾ ഏത് വിഷയത്തിനകത്താണോ ഭാരപ്പെട്ട് നിരാശയോടെ വഴിമുട്ടി നിൽക്കുന്നത്, എന്നാൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഉറക്കത്തിനകത്ത് പോലും ഉറങ്ങാതെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ലോകം നമ്മളെ പരാജയപ്പെട്ടു എന്ന് വിധി എഴുതുന്ന സമയത്തായിരിക്കും ദൈവത്തിന്റെ അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്. ധൈര്യത്തോടെ ഇരിക്കുക. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, ഷലോം പ്രിയരെ. നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ഡോറുകൾ തുറക്കപ്പെടാറുണ്ട്. എന്നാൽ നമ്മുടെ ഉറക്കത്തിനകത്ത് പോലും ദൈവത്തിന് വൻ കാര്യങ്ങളെ ചെയ്യുവാൻ കഴിയും. ഒരിക്കൽ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ ഹെരോദ രാജാവ് വാളാൽ കൊന്നു. തുടർന്ന് കൂടെ ഉണ്ടായിരുന്ന പത്രോസിനെയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. സഭയെ